ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഈ കുഞ്ഞുമക്കൾ നമ്മൾക്ക് പെടുത്തി വിരിഞ്ഞ കുഞ്ഞുങ്ങളാട്ടോ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ഇവർക്ക് 1 മാസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പം അടുത്താണ് നമ്മൾ കൂടിന് പുറത്തേക്കൊക്കെ ഇറക്കിയത്. ഒരു 2 ദിവസം ചെറുതായിട്ട് വെയിലൊക്കെ ഉള്ള സമയത്തായിരുന്നു കേട്ടോ ഇറക്കിയത്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇറക്കാറുണ്ട്. പിന്നെ ചെറുതായിട്ട് മഴയൊക്കെ കൊണ്ടിട്ടായിരിക്കും അവർക്ക് നന്നായിട്ട് എന്താ പറയുക തൂങ്ങി പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ട്. 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് തണുത്തിട്ടായിരിക്കുന്നതെന്ന് വിചാരിച്ച്. പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ട് നമ്മളെ കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ അതിൽ 2-3 എണ്ണത്തിന് അതേപോലെ ഒരു ഇതിനാണ് നല്ല അധികമായിട്ടുള്ളത്. പിന്നെ തീറ്റയൊക്കെ എടുക്കുന്നുണ്ട്, എന്നാലും ഒരു ഉഷാറ് കുറവും അതേപോലെ ഇങ്ങനെ ചിറകൊക്കെ തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ തീറ്റ എടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ കുഞ്ഞുങ്ങൾ തണുപ്പോണ്ടായിരിക്കും. അപ്പോൾ 13 ഉള്ളതിൽ ഒരു തള്ളക്കോയല്ലേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ചൂട് കിട്ടാഞ്ഞിട്ടും ഇതേപോലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കും. അവർ ഇപ്പോൾ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അവർക്ക് ആ ഒരു ചൂട് കിട്ടിയില്ലെങ്കിലും ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ ഒരു തള്ളക്കോയി ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ഇപ്പൊ ഒരു 1 മാസമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അപ്പൊ അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ തള്ളക്കോയുടെ ചിറകിന്റെ അടിയിൽ ഒതുങ്ങാത്തൊരവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ചൂട് കിട്ടിയില്ലെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് കോഴിമുട്ട വെച്ചു കൊടുത്താലുള്ള ഇതും. അപ്പൊ അതുകൊണ്ട് ഇതാക്കുന്ന ഇന്ന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുക. അപ്പൊ 2 ദിവസം ഞാനും കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി, നമ്മളും ശ്രദ്ധിക്കാത്ത ഒരു ഇതായിപ്പോയിട്ടോ. അപ്പൊ അവര് പുറത്തേക്കൊക്കെ അയച്ചു വിട്ടപ്പോ തള്ളക്കോഴിയുടെ ഒപ്പം കഴിച്ചിങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ഇതാക്കുന്ന ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളത്തിൽ ഇതേപോലെ പനിക്കൂർക്കയും അതേപോലെ തുളസിയിടലയും കുറച്ച് മഞ്ഞൾ എടുത്തിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനത് കുറച്ച് വെള്ളത്തിലാട്ടോ പതിപ്പിക്കുന്നത്. എന്താ വെച്ചാല് നമ്മൾ കുറച്ച് കുടിച്ചു കഴിഞ്ഞിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു, വെറുതെ വെള്ളം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് നേരിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ പച്ചമഞ്ഞളും അതേപോലെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആര്യവേപ്പിന്റെ ഇല, കുരുമുളക്, വെളുത്തുള്ളി എല്ലാം ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ നമ്മുടെ പച്ചമഞ്ഞളും അതേപോലെ ചെറിയ ഉള്ളിയും പിന്നെ കുറച്ച് തുളസിയുടെ ഇലയും പനിക്കൂർക്കലും മാത്രമാണ് എടുക്കുന്നത്. പിന്നെ അതും കൂടി എടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇത് നന്നായിട്ട് കല്ലിൽ ഇതേപോലെ കുത്തി എടുത്തിട്ട് നന്നായി ചതച്ചതിന് ശേഷം അതിന്റെ നീര് കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഇപ്പൊ കയ്യിലുള്ളത് ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കിയാർ നെല്ലിയൊക്കെ നല്ലതാണ്. അപ്പൊ അത് കിട്ടാൻ കുറച്ച് അങ്ങോട്ട് പോകണം, അതുകൊണ്ടാട്ടോ. അപ്പൊ ഞാൻ ഇതാ ഈ ഒരു സംഭവം മാത്രമാണ് നമ്മുടെ കല്ലിൽ ചതച്ചിട്ട് ഇതിന്റെ നീര് കൊടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതേപോലെ ഈ ഒരു മഴക്കാലം ആയാൽ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അതിജീവിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇനിയിപ്പോ വരേണ്ട അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ ചില കോഴികൾക്കൊക്കെ തൂങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് തണുപ്പുകൊണ്ട് തന്നെയാണ്, കറക്റ്റ് ചൂടൊന്നും കിട്ടാനിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതാക്കും നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഇതാക്കും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല ചൂടിൽ തന്നെ കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് നല്ല ഒരു ഇളം ചൂടിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കി നമ്മളെ ചതച്ച് വെച്ച ഒരു മരുന്ന് ഞാൻ അരിപ്പയിൽ അരിച്ചിട്ട് അതിന്റെ നീരാട്ടോ കൊടുക്കുന്നത്. നമ്മൾ ഇതേപോലെ തൂങ്ങി നിൽക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അസുഖമൊക്കെ വന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കൂട്ടിന്ന് മാറ്റിയിടേണ്ടതാണ്. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളെ അടുത്ത കുഞ്ഞുങ്ങൾക്ക് വരും. പിന്നെ എല്ലാത്തിനും വന്ന് എല്ലാം കൂടി ചത്തു പോകുന്നൊരവസ്ഥ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഇതാക്കെ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഒരു നീരാട്ടോ ഈ ഒരു നീര്. പിന്നെ ഇതിൽ ഞാൻ ഒരല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. നമ്മളെ തുളസിന്റെ ഇലയിലും അതേപോലെ പനിക്കൂർക്കയിലും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു വെള്ളം തന്നെ ഉണ്ടാവും. അപ്പൊ ആ ഒരു വെള്ളം മാത്രമായിട്ടത് സെപ്പറേറ്റ് ഇതിൽ വെള്ളം ചേർക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഇതാക്കുന്ന അതേപോലെ ഒരു സിറിഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മള് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ മരുന്ന് കൊടുക്കുന്ന ആ ഒരു നിപ്പിൾ എടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലെടുത്തപ്പോൾ തന്നെ കൈയിന്റെ ഒരു ചൂട് ഇട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും തീറ്റയൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം തീറ്റ കുറവാണ്. പിന്നെ അതുമല്ല നന്നായിട്ട് തന്നെ വെയിറ്റ് കുറയുന്നുണ്ട് കേട്ടോ. അപ്പൊ വരണ്ട മരുന്നൊന്നും കൊടുക്കാനില്ല. എന്തായാലും ഒരു 2 മാസമൊക്കെ ആയിട്ട് ഞാൻ വരണ്ട മരുന്ന് കൊടുക്കാറുള്ളൂ. അപ്പൊ എന്തായാലും ഈ ഒരു കാലാവസ്ഥേൻ്റെ കൊണ്ട് തന്നെയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു മരുന്ന് കൊടുത്തു നോക്കട്ടെ, എന്തായാലും കുറയായിരിക്കും. അപ്പൊ എന്തായാലും ഒരു ദിവസം 2 പ്രാവശ്യമായിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മൾ ഇതേപോലെയൊക്കെ കുഞ്ഞിനൊക്കെ അസുഖങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആകെ ഒരു ഇതാവുക. അപ്പൊ എന്തായാലും മാറുന്നു വിചാരിക്കുന്നു. അപ്പൊ സാധാരണഗതിയിൽ നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ അസുഖം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ കുഴപ്പമൊന്നുമില്ല, 2-3 ദിവസം കൊണ്ടൊക്കെ നമുക്ക് അസുഖങ്ങളൊക്കെ മാറി കിട്ടാറുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.